കോഴിക്കോട് തിക്കോടി ഡ്രൈവ് ഇൻ ബീച്ചിൽ തിരയിൽപ്പെട്ട് 4 പേർ മരിച്ചു. വിനോദസഞ്ചാരത്തിനെത്തിയ കൽപ്പറ്റ സ്വദേശികളാണ് മരിച്ചത്. മുഹമ്മദ് ഷഹീദാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ഷഹീദ്, ഡ്രൈവ് ഇൻ ബീച്ചാണ്, അങ്ങനെ പൊതുവെ അപകടങ്ങൾ കുറവ് ആണ് ഇവിടെ ഈ സ്ഥലത്ത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? അവിടെ ശ്രദ്ധിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ലേ? ആര്യ, കൊയിലാണ്ടിക്കടുത്ത് തിക്കോടിയിൽ ഡ്രൈവിംഗ് ബീച്ചിലാണ് ഈ അപകടം ഉണ്ടായത്. അതിൽ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനീസ, വാണി, ബിനീഷ്, ഈ 3 പേരെ ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ കൽപ്പറ്റ സ്വദേശികളാണ്. കൽപ്പറ്റയിൽ നിന്നുള്ള 20ഓളം വരുന്ന സൗഹൃദ സംഘമാണ് ഇവിടെ എത്തിയത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഡ്രൈവിംഗ് ബീച്ചാണ്, പൊതുവെ സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ പെട്ടെന്ന് തിരയിൽ പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശത്ത് തന്നെ ഇതിനു മുൻപും 1-2 മരണങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അവിടെ എത്തിയ സംഘമാണ്, വയനാട്ടിൽ നിന്നും കൽപ്പറ്റയിൽ നിന്ന് എത്തിയ സംഘമാണ് ഇപ്പോൾ ഇങ്ങനെ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഇവരിപ്പോൾ മൃതദേഹം പുറത്തെടുത്ത് ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. കൂടുതൽ പെട്ടെന്ന് അപകടത്തിൽ പെടുന്നതറിഞ്ഞ് നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ആണ് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാണ് ഇവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. 5 പേർ കടലിലേക്ക് ഇറങ്ങിയിരുന്നു. അതിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ അപകടത്തിൽ പെടുകയായിരുന്നു. താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. അതെ, ശരി, ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.